ഭയങ്കര സിമ്പിളാണ്. കാരണം എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരിക്കലും നിലക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിലക്കാതെ ചലിക്കുന്നതുമായിട്ട് നമ്മുടെ ശ്രദ്ധ പൊരുത്തപ്പെടുന്നില്ല. ഒത്തിരി മാറ്റങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷെ ഒട്ടും സ്വസ്ഥതയില്ല. ഒട്ടനവധി മാറ്റങ്ങൾ കാണുന്നു. അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ അവിടെ ചെന്നാലേ അവിടെ ശരിയാകത്തുള്ളൂ, ഞാനിവിടെ ചെന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. നമ്മൾ ഓടിച്ചെന്ന് എന്തെങ്കിലും ശരിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തൊലഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെന്നിട്ട് ശരിയായതല്ല, ഞാൻ ചെന്നാലേ ശരിയാകുള്ളൂ, ഞാനാണ് ഇതിൻ്റെയൊക്കെ അധികാരി. അങ്ങനെ ഒരു അധികാരിയും ഇല്ല. അങ്ങനെ ആരും അധികാരം ഏറ്റെടുക്കണ്ട. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം, പ്രപഞ്ചത്തിൻ്റെ അധികാരത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓരോ വ്യക്തിയും എഴുന്നേക്കാനുള്ള കാരണം മറ്റുള്ളവരാരുമല്ല. ഇങ്ങനെ പലവരും തന്നെ ഞാൻ കാരണമാണ്, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാകുമായിരുന്നു. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. ഇതിൻ്റെ അധികാരം പ്രപഞ്ചത്തിനാണ്. നമ്മുടെ പൂർവികർ അങ്ങനെ ചെയ്തിട്ടല്ലേ, ഇങ്ങനെ ചെയ്തിട്ടല്ലേ? അവരൊക്കെ അവരുടെ സമയത്തും സന്ദർഭത്തിലുമൊക്കെ അങ്ങനെ ചെയ്യാതെ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഓരോ വ്യക്തിയും ആ വ്യക്തിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതാരുടെ ഔദാര്യമൊന്നുമല്ല, മറ്റുള്ളവർക്ക് ആർക്കും വേണ്ടിയിട്ടുമല്ല. അതങ്ങനെയാണ് ആ ഭാഗത്തൂടെ അത് സംഭവിക്കേണ്ടത്. ഒരു പുഴ ഒഴുകുന്നത് പോലെ. പുഴ അങ്ങനെ ഒഴുകിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭാരതപ്പുഴയുടെ അടുത്ത് ജീവിക്കാൻ സാധിച്ചു. വെള്ളമുള്ളിടത്തെ മനുഷ്യൻ ജീവിക്കത്തുള്ളൂ. വെള്ളം ഉള്ളിടത്തെ മനുഷ്യൻ ജീവിക്കത്തുള്ളൂ. അല്ലെ വെള്ളം എത്തിച്ചിരിക്കും. വെള്ളം വേണം, മനസ്സിലായ? ശ്വാസം വേണം. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗമാണ്. ഇതാരുടെ ഔദാര്യമൊന്നുമല്ല. പക്ഷെ വെള്ളവും ശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇതിന് വേറെ കുറേ ബന്ധങ്ങളുണ്ട്. അതിനകത്തുനിന്ന് ബന്ധനവുമാണ്. തിരിച്ചറിയുന്നില്ല അപ്പോഴും. വെള്ളവും ശ്വാസവും നമ്മളിലുണ്ടാക്കുന്ന അതീവ മനോഹരമായിട്ടുള്ള അനുഭവതലങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. വെള്ളവും ശ്വാസവും നിരന്തരം നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ശ്വാസം, ആകാശം, വായുമണ്ഡലം, വെള്ളം. ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ അറിയാൻ സാധിച്ചാൽ ജീവിതം മംഗളം നേരുന്നു ഞാൻ. ഒരു സംശയം വേണ്ട. ഇത് വളരെ സിമ്പിളാണ്. ഇത് എന്നും സിമ്പിളാണ്. ഇതങ്ങനെയേ സംഭവിക്കത്തുള്ളൂ, അല്ലേ? അതങ്ങനെ തന്നെ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ശ്വാസത്തെയും വെള്ളത്തെയും നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഒരു മൂക്ക് വായും പൊത്തിപ്പിടിച്ച അപ്പം തന്നെ ശരീരം കിടന്ന് പിടക്കും, അല്ലേ? അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റം, അതല്ലേ പരിശോധിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റം അത് പരിശോധിക്കുമ്പോഴാണ് ആ മാറ്റത്തിൻ്റെ കൃത്യത, ആ മാറ്റത്തിൻ്റെ തുടർച്ച. അപ്പോഴാണ് നമ്മൾ കേൾക്കുക, കേൾവിയുടെ ആ ഒരു ശ്രവണം. ശ്രവിക്കാൻ ഒരാളുണ്ടെങ്കിൽ ശ്രവിക്കുന്ന വിധത്തിൽ നമ്മുടെ ശരീരം തെളിഞ്ഞു വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അനുഭവമാണ്. അതങ്ങനെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമ്മളിലൊരു അനുഭവം ഉണ്ടാക്കുകയാണ്. നമ്മൾ ആശയങ്ങൾ, ചിന്തകളല്ല. ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിന്തിക്കാൻ ആണ് പ്രേരണയെങ്കിൽ
ആ വ്യക്തിയുമായിട്ട് ബന്ധമില്ല. സ്വപ്നമാണ് കാണുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ. എന്ന് വെച്ചാൽ വ്യക്തിയിൽ എത്തിയിട്ടില്ല. ആ വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗവുമായിട്ട് അടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ എത്തണം. ശബ്ദം കേൾക്കുമ്പോൾ ആ സവിശേഷതയെ അറിയാൻ പറ്റണം. ശബ്ദം എന്ന് പറയുന്ന ശരീരത്തിൻ്റെ സൂക്ഷ്മതലമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന അനുഭവമാണ്. മനസ്സിലായ? അല്ലാണ്ട് കുറെ ആശയങ്ങളൊന്നും അല്ല ശബ്ദം. നമ്മളെ ശ്രദ്ധയിൽ നിൽക്കുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതെ, അനുഭവത്തിൽ. ശബ്ദം കേൾക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ശബ്ദം. കാരണം ശബ്ദം ഒരിക്കലും ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റുന്നതല്ല. ശബ്ദമേഖല. അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഭാഗം, ശബ്ദത്തിൻ്റെ തരംഗം, ആ തരംഗം, അതിന് ശബ്ദത്തിൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്നു. സത്യത്തിൽ ശബ്ദം എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ ശ്രദ്ധ ജനിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഒരുപാട് ഭാഗം അസ്തമിക്കും. പിടിച്ചു കെട്ടാൻ നോക്കുന്നത് ആ അർത്ഥം കൊടുക്കുന്നതുകൊണ്ടാണ്. അതെ, ശബ്ദം സാവകാശം, ശബ്ദം ഇങ്ങനെ കുറഞ്ഞു പോകും. വ്യക്തിയുടെ വ്യക്തിത്വ വികാസം സംഭവിക്കുമ്പോൾ ശബ്ദം എന്ന് പറയുന്നത് നിലക്കാൻ തുടങ്ങും. വ്യക്തി ഉണരുമ്പോൾ ശബ്ദം നിലക്കാൻ തുടങ്ങും. നിലക്കാത്തപ്പോഴാണ് ആ വൈബ്രേഷനിൽ നിന്ന് ആക്ടിവിറ്റി മാറിപ്പോണത്. അതെ. നമ്മൾ ഓവർ വർക്കോളിക്കൊക്കെ ആകുന്നത് ശബ്ദ തരംഗ മേഖലയിൽ നമുക്ക് നിരാശയുള്ളത് കൊണ്ടാണ്. അങ്ങനെ അതായത് സൂക്ഷ്മതലത്തിൽ നമ്മുടെ ശരീരം വൃത്തിയായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് വർക്കോളിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചൊക്കെ ഓടുന്നത്. മനസ്സിലായ? കാരണം ശബ്ദത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വൈബ്രേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഓടി കിടന്ന് ചെയ്യാൻ നമ്മളൊരു വൈബ്രേറ്ററായി മാറുകയാണ്. അതെ. ആ വൈബ്രേഷൻ താളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ. ആത്യന്തികമായിട്ടുള്ള ആവശ്യം എന്താണ്? സമാധാനമാണ്. എല്ലാമായിട്ട് പൊരുത്തപ്പെടുക. അല്ല, അപ്പോൾ ആ ഒരു വർക്കോളിക് ആകുമ്പം ആ വൈബ്രേഷൻ പിന്നെയും കൂടുതലേ ചെയ്യുന്നത്. അല്ല, വർക്കോളിക്കായിട്ട് വർക്ക് ചെയ്ത് ഇത് ഓർഡറിലാക്കേണ്ടതാണ്. പക്ഷെ ഇവര് വർക്ക് ചെയ്ത് ഡിസോർഡറിലാക്കുക. പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം, അത് അന്തസ്സായിട്ട് ചെയ്യണം. അത് വളരെ ശ്രദ്ധയോടെ സാവകാശം ചെയ്ത് കൊണ്ടുവന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അവിടെ വൃത്തി വരണമൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ശ്രദ്ധ വരും. അത് എന്തും ഈ അനുഭവത്തിൽ തുടരാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് വർക്ക് ചെയ്ത് കൂലിയാണ് പ്രതീക്ഷിക്കണമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. എന്തോ അനുഭവ വിനിമയം സാധ്യമാണോ? തീർച്ചയായിട്ടും. ഏറ്റവും മംഗളകരമായിട്ടുള്ള അനുഭവ വിനിമയം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, ആ വൈബ്രേഷൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ കിട്ടും. അസ്വസ്ഥനായൊരു വ്യക്തി രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രോഗിയുടെ സഹതാപവും യാതൊന്നുമില്ലാണ്ട് വളരെ മനോഹരമായിട്ട് ആരോഗ്യവാനായിട്ട് രോഗിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് രോഗം മാറിയിരിക്കും. പക്ഷെ രോഗിയേക്കാൾ ഒരു വലിയ രോഗിയാണ് രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുന്നത്. അല്ല, അതുകൊണ്ടല്ലേ പൂച്ചെണ്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെല്ലുന്നത് നമ്മൾ. കാരണം നമ്മളെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രോഗിയെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കുന്നത്. നമ്മളാണ് ചെല്ലേണ്ടത്. ഇപ്പം നമ്മളെ ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ നമ്മളെന്താ ഒരു പൊതിയുമായിട്ടേ പോകത്തുള്ളല്ലേ. കാരണം നമ്മൾ ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അവിടെ ഒരു പൊതിയുമായിട്ട് ചെല്ലുന്നത് അല്ലേ. നമ്മുടെ സാന്നിധ്യം അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു പൊതിയുമായിട്ട് പോകും.
ഈ പൊതി കൊണ്ട് വെക്കുമ്പോൾ അവർക്കും അവരുടെ നോട്ടം അങ്ങോട്ടാ. മനസ്സിലായോ? നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിലും വിളിച്ചത് നമ്മൾ എന്തെങ്കിലും കിട്ടുമോ? അല്ലാണ്ട് കയ്യും വീശി വരുന്ന വ്യക്തി അവന് അഭിമാനം ഉണ്ടാകണം. അപ്പൊ അനുഭവ വിനിമയത്തിന് ആ റിസപ്റ്റീവിന്റെ എലിജിബിലിറ്റിയും ഇല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പം ഒട്ടും റിസപ്ഷൻ ഒന്നും ഇല്ലാത്ത ഒരാളായിക്കോട്ടെ, പക്ഷെ അയാളുടെ ഉള്ളിലും ഈ റിസപ്ഷനുണ്ട്. അത് അയാൾ എങ്ങനെയൊക്കെ അയാൾ ബലം പിടിച്ച അയാളുടെ ഈഗോ കാരണം അയാൾ ബലം പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ ഉള്ളിലറിയാം എനിക്കൊരു ആശ്വാസം കിട്ടി. പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല അഹങ്കാരികൾ. അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. മനസ്സിലായി? മറ്റൊരാളുടെ സഹകരിക്കുമ്പോൾ ആരുമായിട്ട് സഹകരിക്കുമ്പോഴും നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ആരുമായിട്ട് സഹകരിച്ചാൽ നമുക്ക് ഐശ്വര്യമേ ഉണ്ടാകത്തുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാനാണ് വലിയവനെന്ന് സ്ഥാപിക്കാൻ നോക്കി അവൻ ചെറിയവനായിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? ഞാനാണ് വലിയവനെന്ന് സ്ഥാപിക്കാൻ നോക്കി ഇവൻ ചെറുതായിക്കൊണ്ടിരിക്കുക. ഇത് ഈ പൊട്ടൻ അറിയുന്നില്ല.